സംസ്ഥാനത്ത് വ്യക്തികളും സ്ഥാപനങ്ങളും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വിദേശ തോട്ടഭൂമികൾ തിരിച്ചുപിടിക്കാതെ സംസ്ഥാന സർക്കാർ 11 ജില്ലകളിലായി 200ഓളം തോട്ടഭൂമികളാണ് സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ളത്. 15 ഭൂമിയെ സംബന്ധിച്ച് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് റവന്യൂ വിഭാഗം നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാണ്. 6/6/2019 വിദേശ തോട്ടഭൂമി തിരിച്ചുപിടിക്കുന്നതിലെ സുപ്രധാന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഹാരിസം മലയാളം ലിമിറ്റഡ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, അവരിൽ നിന്നോ അവരുടെ മുൻഗാമികളിൽ നിന്നോ ഭൂമി നേടിയവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, സമാന നിലയിൽ മറ്റു വിദേശ കമ്പനികളോ വ്യക്തികളോ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, സ്വാതന്ത്ര്യാനന്തരം നിലവിലെ കൈവശക്കാർക്ക് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ നിയമപ്രകാരം കൈമാറിയിട്ടില്ലാത്ത ഭൂമി എന്നിവ സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് സിവിൽ കോടതികളിൽ കേസ് ഫയൽ ചെയ്യണമെന്നായിരുന്നു ഉത്തരവ്. ജില്ലാ കളക്ടർമാർക്കായിരുന്നു നടപ്പാക്കാനുള്ള ചുമതല. ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളൊഴികെ 11 ജില്ലകളിലെ കളക്ടർമാർ ഇക്കാര്യത്തിലെടുത്ത നടപടികളാണ് വിവരാവകാശ രേഖയിലുള്ളത്. 151 വസ്തുക്കളും HMLന്റെ പ്രത്യേകം രേഖപ്പെടുത്തിയ 52 വസ്തുക്കളും ചേർന്ന് 203 വസ്തുക്കളാണ് ആകെയുള്ളത്. തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 15 കേസുകൾ മാത്രമാണ്. തിരുവനന്തപുരം 3, കൊല്ലം 6, പത്തനംതിട്ട 1, കോട്ടയം 2, ഇടുക്കി 3 എന്നിങ്ങനെയാണ് കേസുകളുടെ കണക്കുകൾ. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി ആളുകൾ കൈവശം വെച്ചിരിക്കുന്നത് വയനാട്, ഇടുക്കി, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ്. 115 ഭൂമികൾ ഈ ജില്ലകളിലായി ആകെ ഉണ്ടെങ്കിലും കേസുള്ളത് വെറും 3 എണ്ണത്തിൽ മാത്രം. 140 ഭൂമികളുടെ കാര്യത്തിൽ കേസെടുക്കാത്തതിൽ കൃത്യമായ മറുപടിയുമില്ല. സംസ്ഥാനത്ത് 1,66,000 ഏക്കറോളം ഭൂമിയാണ് വിദേശ തോട്ടഭൂമിയായി ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇപ്പോൾ രേഖകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിദേശ തോട്ടഭൂമി കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് ഭൂമിയില്ലാത്ത മുഴുവൻ ആദിവാസികൾക്കും ഈ ഭൂമി നൽകുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഭൂമിയില്ലാത്ത ഒരു ആദിവാസി പോലും ഇല്ലാത്ത ഒരു മനോഹരമായ ഒരു കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അധികം തോട്ടം ഭൂമിയുള്ളത് വയനാടും ഇടുക്കിയുമാണ്. തിരിച്ചുപിടിക്കേണ്ട തോട്ടഭൂമികളുടെ കാര്യത്തിലുള്ള ഈ ഉദാസീനതയാണ് സംശയകരം. ജനം, കൊച്ചി.